ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഗ്യാസ് സേവിങ് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടമ്മമാർക്ക് വളരെ പ്രയോജനപ്രദമായ കുറേ ടിപ്സുകളുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബിൾ ഓൾ എന്ന ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ പിന്നീടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ഗ്യാസ് സ്റ്റവും ബർണറും ഒക്കെ നമ്മൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റിൽ തന്നെ ചെയ്യേണ്ടത്. നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് തിളച്ച് പോകാറുണ്ട്, ചായ വെക്കുമ്പോൾ തിളച്ച് പോകാറുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളത് ക്ലീനാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റിൽ തന്നെ ചെയ്യേണ്ടത്. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലൂ ഫ്ലെയിം ആയിരിക്കണം. അത് ബ്ലൂ ഫ്ലെയിമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ പിന്നെ ഗ്യാസ് വരുന്ന അവിടെ ഒരു തരത്തിലുള്ള കരടും ഒന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അഥവാ അതിനകത്ത് ബർണറിനകത്ത് ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ, കരടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്ലെയിമിന് ഒരു യെല്ലോ റെഡിഷ് ആയിട്ടുള്ള ഒരു ഫ്ലെയിം ആയിരിക്കും. അപ്പോൾ തന്നെ അത് മനസ്സിലാക്കി അത് ബർണർ ക്ലീനാക്കാൻ ശ്രമിക്കണം. നെക്സ്റ്റ് ടിപ്പ്, നമ്മുടെ ബർണറിൻ്റെ ആ വലിപ്പം അതനുസരിച്ചുള്ള പാത്രം വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. വലിയ ബർണറാണെങ്കിൽ അതനുസരിച്ച് വലിയ പാത്രം തന്നെ വെച്ച് കൊടുക്കണം. ചെറിയ ബർണറാണെങ്കിൽ അതിന് ചെറിയ പാത്രമാണ് വെച്ച് കൊടുക്കേണ്ടത്. അതുപോലെ പാത്രം നമ്മൾ അടുപ്പയിൽ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ ഒത്ത സെൻറ്ററിലായിരിക്കണം ഫ്ലെയിം അടിക്കേണ്ടത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്ലെയിം വെളിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ പാത്രം അല്ലെങ്കിൽ അത് നമ്മുടെ പാത്രത്തിലെ സാധനങ്ങൾ വെന്ത് കിട്ടാനായിട്ട് കുറേ ടൈം എടുക്കും. അവിടെ ഗ്യാസ് വെറുതെ നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്യാസ് ഫ്ലെയിം നമ്മുടെ പാത്രത്തിൻ്റെ സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ നമ്മൾ പാത്രം കറക്റ്റായിട്ട്. നെക്സ്റ്റ് ടിപ്പ്, നമ്മൾ മൺചട്ടിയിൽ പാചകം ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പാചകം ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മൺചട്ടി കഴുകി എടുത്തു വരുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും. ആ വെള്ളത്തോടു കൂടി നമ്മൾ ഗ്യാസ് സ്റ്റവിൽ വെച്ച് ചൂടാക്കുകയാണെങ്കിൽ ആ വെള്ളം ഡ്രൈ ആയി പോയിട്ട് പിന്നെ മൺചട്ടി ചൂടാകാനായിട്ട് കുറേ സമയമെടുക്കും. അത്രയും നമ്മൾ ഗ്യാസ് അവിടെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ആ വെള്ളം ഒന്ന് നല്ല നീറ്റായിട്ടുള്ള ഒരു ടവൽ വെച്ച് തുടച്ച് കളഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചട്ടി ഡ്രൈ ആക്കിയിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റവിൽ വെച്ച് ചൂടാക്കുകയാണെങ്കിൽ നമുക്ക് 1 മാസം എന്നുള്ള ഗ്യാസ് നമുക്ക് 4 മാസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ മൺചട്ടിയിൽ നമ്മൾ കറികളൊക്കെ വെക്കുമ്പോൾ അത് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫ്ലെയിം കൂട്ടി വെക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് സിമ്മിലോട്ടാക്കാം. പിന്നെ അങ്ങനെ തിളച്ച് വന്നാൽ ആ മൺചട്ടിയിലുള്ള നല്ല ചൂടായിരിക്കും. അതങ്ങനെ തന്നെ നിൽക്കും. നമ്മൾ സിമ്മയിൽ ഇട്ടാൽ തന്നെയും നല്ല ചൂടോടുകൂടി നിൽക്കും. അപ്പം കറി തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് സിമ്മയിലോട്ടാക്കുക. അവിടെ നമുക്ക് ഗ്യാസ് ലാഭിക്കാനാണ് പറ്റുന്നത്. അടുത്ത ടിപ്പ്, നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഇപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ഉണ്ടാക്കുവാണ്. ആ സമയത്ത് തന്നെ എനിക്ക് ഹസ്ബൻഡിന് ഉച്ചയ്ക്കത്തെ ഉള്ള ചപ്പാത്തിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനുള്ള കറി ഉണ്ടാക്കണം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇഡലി വേവിക്കുന്ന കൂട്ടത്തിൽ തന്നെ ആ അടിയിൽ ഞാൻ മുട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഡലി വേകുന്ന കൂട്ടത്തിൽ തന്നെ അവിടെ മുട്ടയും വെന്ത് കിട്ടും. അങ്ങനെയാകുമ്പോൾ എനിക്ക് വേറൊരു ഗ്യാസ് അടുപ്പ് ഓണാക്കി അവിടെ മുട്ട എനിക്ക് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരേ ടൈമിൽ തന്നെ എനിക്ക് രണ്ടും വെന്ത് കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് നല്ലവണ്ണം ഗ്യാസ് ലാഭിക്കാൻ പറ്റും. അടുത്ത 6ാമത്തെ ടിപ്പ്, നമ്മൾ തവയൊക്കെ ആണെങ്കിലും കഴുകിയെടുത്ത് ചൂടാക്കാനായിട്ട് ഗ്യാസ് സ്റ്റവിൽ വെക്കുന്ന സമയത്ത് അതിലെ വെള്ളമയം നല്ല നീറ്റായിട്ട് ഉള്ള ഒരു ക്ലോത്ത് കൊണ്ട് തൂത്തിട്ട് വേണം നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ആ വെള്ളത്തോടു കൂടി വെക്കുകയാണെങ്കിൽ ആ വെള്ളം ഡ്രൈ ആയി ആ തവ ചൂടായി കിട്ടാനായിട്ട് സമയമെടുക്കും. അതേപോലെ തന്നെ
അവിടെ ഗ്യാസും ചിലവാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും ടൈമും ഗ്യാസും സേവ് ചെയ്യാൻ, അതായത് മണിയും സേവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണിത്. ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ടിപ്പല്ലേ? അപ്പോൾ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം, അപ്പോൾ ചിലപ്പം വിട്ടു പോകുന്നുണ്ടാകാം, ഇടയ്ക്ക് തിരക്കിനിടയിൽ വിട്ടു പോകുന്നുണ്ടാകാം. അപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലാകാം. അതുപോലെ തന്നെ പുതിയതായിട്ടുള്ളവർക്കും ഒരു നല്ലൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ടിപ്പുമാണ്. ഇനി ഏഴാമത്തെ ടിപ്പ്, നമ്മൾ പയറുവർഗ്ഗങ്ങളൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത്, ഇപ്പം പരിപ്പാണേൽ തൂർദാൽ, മസൂർ ദാൽ അങ്ങനെയൊക്കെയുള്ള ആണെങ്കിൽ അതൊന്ന് കഴുകിയെടുത്ത് ഒരു 10 മിനിറ്റോളം വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചാൽ അതൊന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഉള്ള ടൈമും അവിടെ വളരെ കുറവായിരിക്കും, ഗ്യാസും ചിലവാക്കുന്നത് വളരെ കുറവായിരിക്കും. അതേപോലെ ചെറുപയർ, വൻപയറൊക്കെ ആണെങ്കിലും നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് ഒരു 1-2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് ഇട്ടിട്ട് വേണം കുക്ക് ചെയ്താൽ. അങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുക്കർ ഉപയോഗിക്കണം. അങ്ങനെ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് നമ്മൾ കുക്കർ ഉപയോഗിച്ച് നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു വിസിലിൽ തന്നെ നമുക്കത് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും. അടുത്ത എട്ടാമത്തെ ടിപ്പ്, നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പൊടിവകകളെല്ലാം വെച്ചിരിക്കുന്ന കണ്ടെയ്നറുകൾ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്തായിട്ട് എടുത്തു വെക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ പൊടിവകകൾ അത് സമയത്തിനനുസരിച്ച് എടുത്ത് അത് വേണ്ടിയ സമയത്ത് നമുക്ക് എടുത്ത് ഇടാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അത് തപ്പി തപ്പി നടക്കുകയും ചെയ്യും, അങ്ങനെ ടൈമും പോവും. നമ്മുടെ കുക്കറിൽ അല്ലെങ്കിൽ എവിടെ നമ്മുടെ പാത്രത്തിൽ ഗ്യാസ് സ്റ്റവേ ഇരിക്കുന്നത് അത് ചൂടായി അത് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ രീതി ചെയ്യുവാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് അവിടെ കറികൾ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്ത 9ാമത്തെ ടിപ്പ്, വെള്ളം ചൂടാക്കുന്നുണ്ട്. അപ്പോൾ കുളിക്കാനായിട്ട് വെള്ളം ചൂടാക്കുന്നതാണ്. വെള്ളം ചൂടാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചൂടാക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് 4 മണിക്കുള്ള ചായക്കൂടെ ഉള്ള വെള്ളം ഞാൻ ആ പാത്രത്തിൻ്റെ മുകളിൽ ഒരു അടപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിയിലത്തെ വെള്ളം തിളയ്ക്കുന്നതനുസരിച്ച് മുകളിലിരിക്കുന്ന പാത്രത്തിലെ വെള്ളവും ചൂടായി വരും. അടുത്ത 10ാമത്തെ ടിപ്പ്, നമ്മൾ വെള്ളം ചൂടാക്കുമ്പോൾ കുക്ക് ചെയ്യുമ്പോഴും അടച്ചു വെച്ച് കുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഞാനിവിടെ വെള്ളം ചൂടാക്കുകയാണെങ്കിൽ അത് കുറച്ചേ ഉള്ളൂവെങ്കിൽ അടച്ചു വെച്ച് ചൂടാക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അത് തിളച്ച് കിട്ടും. അല്ലെങ്കിൽ ടൈം എടുക്കും. അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ വളരെ ടൈം എടുത്താണ് അത് തിളച്ച് കിട്ടുന്നത്. 11ാമത്തെ ടിപ്പ്, ബർണർ ക്ലീനിങ് ആണ്. നമ്മൾ പ്രോപ്പറായിട്ട് ബർണറൊക്കെ റെഗുലറായിട്ട് ക്ലീൻ ചെയ്തെടുത്തില്ലെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓണാക്കുന്ന ഫ്ലെയിം നമുക്ക് കിട്ടുന്നത് ഒരു യെല്ലോയിഷ് റെഡ് ആയിട്ടുള്ള ഒരു ഫ്ലെയിമാണ് കിട്ടുന്നത്. അപ്പോൾ അത് വരാനുള്ള കാരണം ഈ ബർണറിൻ്റെ ഹോളിൽ പൊടി വന്ന് അടഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യണം. അതുപോലെ പിന്നെ നമ്മൾ കറികളൊക്കെ തിളച്ച് തൂകുമ്പോൾ ഉള്ള പറ്റി പിടിച്ചിരിക്കുന്നത് എല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് റെഡിഷായിട്ട് യെല്ലോയിഷായിട്ടുള്ള ഒരു ഫ്ലെയിം ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് റെഗുലറായിട്ട് നമ്മൾ ഇത് ബർണർ എടുത്ത് ക്ലീൻ ആക്കേണ്ടതുണ്ട്. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ ക്ലീൻ ആക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഐസ് കട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഹാർപ്പിക് ഒഴിച്ച് കൊടുക്കുന്നു, എന്നിട്ട് ബർണറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സെറ്റ് പഴയ ബർണറും ഒന്ന് പുതിയ ബർണറുമാണ്. രണ്ടും ക്ലീനാക്കി ഇവിടെ കാണിക്കുന്നുണ്ട്. പഴയതെന്ന് പറഞ്ഞാൽ കുറേ പഴയ ഒരു ബർണറാണ്. ഹാർപ്പിക്ക് ഒഴിച്ച് ആ ബർണർ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തായിരുന്നു. എന്നിട്ട് ഇത് അരമണിക്കൂറോളം ഇങ്ങനെ ഇതിനകത്ത് മുക്കി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ക്ലീനിങ്ങിനായിട്ട് എടുക്കുന്നത്. ഹാർപ്പിക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റായിട്ട് തൊടാൻ പാടില്ല. അപ്പോൾ ഒരു ഗ്ലൗ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒരു കവർ കയ്യിലിട്ടിട്ട് നമ്മൾ ഇതുപോലുള്ള ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും.
നമ്മളിങ്ങനെ ബർണർ ക്ലീനാക്കുന്ന സമയത്ത് ബർണറിന് ഹോളുണ്ട്, ആ ഹോൾ ഉൾപ്പെടെ വേണം നമ്മൾ ക്ലീൻ ആക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ ഹോളിൽ പൊടിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോട്ടെന്ന് വെച്ചിട്ട് ടൂത്ത് പിക്ക് വെച്ച് കുത്തി കുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബർണർ നന്നായി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ബർണർ ക്ലീൻ ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് അതിലെ വെള്ളമയമൊക്കെ തൂത്ത് തുടച്ച് ഒരു തുണി കൊണ്ട് തൂത്ത് തുടച്ചിട്ട് വേണം നമ്മൾ ഗ്യാസ് അടുപ്പയിൽ ഇട്ടു കൊടുക്കാനായിട്ട്. എന്നിട്ട് വേണം ഫ്ലെയിം ഓൺ ആക്കാനായിട്ട്. ഈ ടിപ്പുകളെല്ലാം യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് തരിക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.